പ്രിയമുള്ളവരെ, മാതാപിതാക്കൾ നമ്മുടെ ഏറ്റവും വലിയ തണലാണ്. ആ മാതാപിതാക്കളെ നാം സ്നേഹിക്കണം, അവരെ ബഹുമാനിക്കണം, അവർക്ക് വേണ്ട ഖിദ്മത്തുകൾ ചെയ്തു കൊടുക്കണം. അവരെ വേദനിപ്പിക്കരുത്, അവരെ വിഷമിപ്പിക്കരുത്. അതാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. മാതാപിതാക്കളുടെ മഹത്വങ്ങൾ വളരെ വളരെ വലുതാണ്. മാതാപിതാക്കളുടെ കുരുത്തവും പൊരുത്തവും ഇല്ലാതെ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും ഒന്നും നേടിയെടുക്കാൻ സാധിക്കുകയില്ല. ഓരോ മക്കളും ഈ വിഷയങ്ങൾ മനസ്സിലാക്കിയിരിക്കൽ അത്യാവശ്യമാണ്. മാതാപിതാക്കൾക്ക് അള്ളാഹു നൽകിയ സ്ഥാനം നോക്കൂ. വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. നിങ്ങൾ അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും ആരാധിക്കരുത്, നിങ്ങളുടെ രക്ഷിതാവ് അള്ളാഹുവാണ്. അത് പറഞ്ഞതിന് ശേഷം അള്ളാഹു ഉടൻ തന്നെ പറയുകയാണ്, വബിൽ വാലിദൈനി ഇഹ്സാന, നിന്റെ മാതാപിതാക്കൾക്ക് നീ ഗുണം ചെയ്യണം. മാതാപിതാക്കളെ സ്നേഹിക്കണം. നിനക്ക് എത്രത്തോളം ഗുണം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം. മാതാവിന് ഇസ്ലാം പറയുന്ന പവർ എത്ര വലുതാണ്. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. നിന്റെ സ്വർഗം മാതാവിന്റെ കാലിന്റെ ചുവട്ടിലാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. പ്രിയമുള്ളവരെ, ആധുനിക കാലത്ത് മാതാപിതാക്കളെ യാതൊരു മടിയും കൂടാതെ തെരുവിൽ തള്ളിവിടുന്നവർ, തെരുവിൽ വലിച്ചെറിയുന്നവർ, വൃദ്ധസദനങ്ങളിൽ കൊണ്ടുപോയാക്കി കൊട്ടാര സമാനമായ വീടുകളിൽ തൻ്റെ ഭാര്യയുടെയും മക്കളുടെയും കൂടെ സ്വർഗീയ ജീവിതം നയിക്കുന്നവർ, അവർ എത്ര സുഖിച്ച് ജീവിക്കുന്നുണ്ടെങ്കിലും അള്ളാഹുവിൻ്റെയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും ലഅനത്ത്, ശാപം ഉറപ്പായും ഉണ്ടാകും. അവൻ്റെ കൂട്ടുകാർക്ക്, അവന് വേണ്ടപ്പെട്ടവർക്ക് സ്വന്തം നൊന്തുപറ്റി പ്രസവിച്ച മാതാവിനെ കാണിച്ചു കൊടുത്തുകൊണ്ട് ഇതെൻ്റെ ഉമ്മയാണ് എന്ന് പറയാൻ മടിക്കുന്നവർ, സ്വന്തം ഉപ്പയെ കാണിച്ചു കൊടുത്തുകൊണ്ട് എന്നെ പൊന്നുപോലെ പോറ്റി വളർത്തിയ ഉപ്പയാണ് എന്ന് പറയാൻ മടിക്കുന്നവർ ഉള്ള കാലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരാൾ വന്നു ചോദിച്ചു, നബിയെ, അള്ളയും അള്ളാഹുവിൻ്റെ റസൂലും കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കടമ ആരോടാണ് നബിയെ എന്ന് ചോദിച്ചപ്പോൾ ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉമ്മുക്ക, നിന്റെ ഉമ്മയോടാണെന്ന്. പിന്നെ ആരോടാണ് നബിയെ എനിക്ക് ഏറ്റവും വലിയ കടമ? അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഉമ്മുക്ക. പിന്നെയും ആ ചെറുപ്പക്കാരൻ നബിയോട് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഉമ്മുക്ക, നിന്റെ മാതാവിനോടാണ്. നാലാമതായ ചെറുപ്പക്കാരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അബൂക്ക, നിന്റെ പിതാവിനോടാണ്. അള്ളാഹുവിൻ്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്. നമ്മൾ ഇബാദത്തുകൾ മുഴുവൻ ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയാണ്. നിസ്കരിക്കുന്നതും നോമ്പെടുക്കുന്നതും ഹജ്ജ്, ഉംറ, സക്കാത്ത്, ദാനധർമ്മങ്ങൾ എല്ലാം ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയാണ്. വാപ്പയും ഉമ്മയും നമ്മെ തൃപ്തിപ്പെട്ടില്ല എങ്കിൽ ജഗനിയന്താവായ അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കാൻ ഈ ലോകത്ത് ഒരു മനുഷ്യനും സാധ്യമല്ല.